ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കടല ആൾക്കാർക്ക് അധികം ഒന്നും അറിയാൻ പറ്റില്ല കേട്ടോ ഇവിടെ ഇങ്ങനൊരു ഏരിയ ഉണ്ടെന്നുള്ള കാര്യമൊക്കെ. പണ്ട് കാലത്തൊക്കെ ഇവിടെ കടത്ത് വെള്ളം ഉണ്ടല്ലോ, കടത്ത് വെള്ളം ഉണ്ടായിരുന്നു അപ്പുറത്തെ ദ്വീപിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഇവിടെ നിന്ന് അവിടെ ഒരുപാട് ആൾക്കാരുണ്ട്. ശരിക്കും പറഞ്ഞ ദ്വീപാണെന്ന് പറഞ്ഞാലും അതിലെ മെയിൻ റോഡ് വഴി ഇങ്ങനെ പാലമൊക്കെ ഉണ്ട്. അപ്പോൾ പാലമൊക്കെ വരുന്നതിന് മുമ്പായിട്ട് ഇവിടെ നിന്ന് കടത്ത് വെള്ളങ്ങളായിരുന്നു അപ്പുറത്തേക്ക് ഉണ്ടായിരുന്നത്. പിന്നെ ഇവിടെ തന്നെ വള്ളത്തിന് സാധനങ്ങളൊക്കെ വന്നിറങ്ങണത്, അതായത് നമ്മുടെ ഈ പറവൂർ ചന്തയിലേക്ക് സാധനങ്ങൾ കോട്ടപ്പുറത്ത് നിന്ന് വരുന്നതും ആലുവയിൽ നിന്ന് വരുന്നതൊക്കെ ഈ വഴി ആയിരുന്നു വന്നിരുന്നത്. ഇപ്പോൾ പിന്നെ അതൊക്കെ മാറി, വള്ളങ്ങളൊക്കെ മാറി, ഇപ്പോൾ ലോറികളും മറ്റുള്ളതൊക്കെ ആയി, സൗകര്യങ്ങളൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ആൾക്കാർ ആ പാലം വഴി പോകുള്ളൂ. ഈ കടത്ത് വള്ളങ്ങളൊക്കെ കുറഞ്ഞ് ഇപ്പോൾ ചുരുക്കം ആൾക്കാർ മാത്രം പോകുന്നതായിട്ട് അവിടെ ഒരു വള്ളം കിടപ്പുണ്ട്. നമ്മളിപ്പോൾ കണ്ട് അവിടെ നിന്ന് അപ്പുറത്തേക്ക് പോകുന്നത് കണ്ടു. MJ Tech Travel പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ സ്ഥലം നോക്കിയാൽ കിഡ് സ്ഥലമല്ലേ. അപ്പോൾ ഇത് എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നോർത്ത് പറവൂരാണ്. അപ്പോൾ നോർത്ത് പറവൂരിൽ ഈ നമ്മുടെ പറവൂർ ചന്ത ഉണ്ടല്ലോ, പഴയ പറവൂർ ചന്തയുടെ ഇവിടെ ഉള്ളിലേക്ക് വരുമ്പോഴാണ് ഈ സ്ഥലം കേട്ടോ. അപ്പോൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വൈകുന്നേരങ്ങളിലായാലും രാവിലെ ആയാലും ഇരിക്കാനുള്ള നല്ല സൗകര്യങ്ങളൊക്കെ ഉണ്ട്. നോക്കിയാൽ മരങ്ങളൊക്കെ ടൈലിട്ട് തറ പോലെ കെട്ടി വെച്ചേക്കുന്നുണ്ട്. പിന്നെ വിളക്ക് കാലുകൾ, ഈ കടലല്ല കടവിലേക്ക് ഇറങ്ങാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. പിന്നെ ബോട്ടിങ്ങിനുള്ള സൗകര്യങ്ങളും. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ബോട്ട് യാത്ര തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കോട്ടപ്പുറം ഉണ്ടല്ലോ, കൊടുങ്ങല്ലൂർ കോട്ടപ്പുറം മുസിരീസിൻ്റെ ആ മുസിരീസ് പദ്ധതിയുടെ ഒരു സംഭവം തന്നെയാണിത്. അപ്പോൾ അവിടം വരെ പോകാനുള്ള ഒരു ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതെ, ഒരു മിനിറ്റ് നമ്മുടെ ഹെൽമെറ്റ് ഒന്ന് മറിച്ച് വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഇവിടെ ഒരുപാട് കാക്കകളുടെ സൗണ്ട് കേൾക്കുന്നുണ്ടാ. കാക്ക ചിലപ്പോൾ പണി തരും. എനിക്ക് സംശയമുണ്ട് സീറ്റിലൊക്കെ ഇതാക്കുന്നത്. ഇങ്ങനെ വെച്ചാൽ അല്ലെങ്കിൽ ഉള്ളിലോട്ടൊക്കെ ചിലപ്പോൾ ഇതായാലും പണിയായാലും. പിന്നെ ഉണ്ടല്ലോ നമ്മളിവിടെ നിൽക്കുമ്പോൾ അവിടെ ഒരു വള്ളം ഇങ്ങനെ അപ്പുറത്ത് നിന്ന് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ കടത്ത് വെള്ളം പോലുള്ള പരിപാടി ഉണ്ടാകുന്നൊരു സംശയമുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ പാർക്കിംഗ് ഫീസൊക്കെ ഉണ്ട്, പക്ഷേ ആരും വാങ്ങിക്കാനൊന്നുമില്ല. പാർക്കിംഗ് ഫീസ് വാങ്ങിക്കാനായിട്ടൊരു മനുഷ്യനില്ല ഇവിടെ. പിന്നെ ഇപ്പോൾ ഇത് ഞങ്ങൾ തിരുവോണത്തിൻ്റെ തലേദിവസം ഉത്രാടത്തിൻ്റെ അന്നാണ് വന്നേക്കണം. അപ്പോൾ രാവിലെ ആയതുകൊണ്ട് അധികം ആൾക്കാരൊന്നും വന്നിട്ടില്ല. പിന്നെ നോക്കിയാൽ കടവിലൊക്കെ ഇറങ്ങി ഇങ്ങനെ ഇരിക്കാനായിട്ട് നല്ല രസമായിരിക്കും കേട്ടോ. ഇവിടെ കിടക്കണ ബോട്ടൊക്കെ ഉണ്ട് തുരുമ്പിച്ച് കിടക്കണോട്ടാണ്. അപ്പോൾ അവർ പറഞ്ഞത് ഇവിടുത്തെ ബോട്ടും വർക്കിംഗ് കണ്ടീഷനാണെന്ന് പറഞ്ഞത്, പക്ഷേ എനിക്കത് വർക്കിംഗ് ആയിട്ട് തോന്നണം. അപ്പോൾ കോട്ടപ്പുറത്ത് തന്നെ ബോട്ടുകളുണ്ടല്ലോ, അത് നല്ല അടിപൊളി ബോട്ടുകളാണ്. അപ്പോൾ കോട്ടപ്പുറത്ത് നിന്ന് പുഴ വഴി ഇതിലേക്ക് കയറി വരുമെന്ന് പറഞ്ഞു. അതുപോലെ ഇവിടെ നിന്ന് അപ്പുറത്തേക്കും വഴിയുണ്ട്, നേരെ പുഴയിലേക്ക് അല്ലാണ്ട് നമ്മൾ ആലുവ പുഴ വന്ന് ചേർന്ന വഴിയുണ്ടല്ലോ. അപ്പോൾ അങ്ങോട്ടൊക്കെ സർവീസ് ഉണ്ടെന്നാണ് പറഞ്ഞത് കേട്ടോ. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന സമയത്ത് ഒരു ബോട്ടും വന്നിട്ടുണ്ടായില്ല കാണിക്കാൻ വേണ്ടിയിട്ട്. ഇതാണ് നമ്മുടെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്. ഇവിടെ നിന്ന് എറണാകുളത്തേക്ക് 2 വഴിക്ക് ബസ് പോവും. പറവൂർ വരാപ്പുഴ വഴി പോവും, അതുപോലെ ചെറായി ഞാറക്കൽ വഴി പറവൂർക്കും പോവും. അപ്പോൾ ശ്രദ്ധിച്ചൊക്കെ എറണാകുളത്തേക്ക് പോകുന്നവരൊക്കെ കയറണം. ഇത് നമ്മുടെ ഞാൻ പറഞ്ഞില്ല വൈപ്പിൻ റൂട്ട് വഴി പോകുന്ന ബസ് എന്ന് പറഞ്ഞില്ലേ, ആ റൂട്ടാണ് ഈ കാണുന്നത്. അത് ഇവിടെ കാണുന്നത് നമ്മുടെ ചെറായി പാടമാണ്. അപ്പോൾ ഈ ചെറായി പാടമൊക്കെ കഴിഞ്ഞ് നമ്മളിപ്പോൾ ഈ കാണുന്നത് വെച്ചാൽ അമ്മൻകോവിൽ അമ്പലത്തിൻ്റെ സൈഡിൽ കൂടി വന്നിട്ട് നമ്മൾ നേരെ പറവൂർ ചന്തയുടെ ഭാഗത്തേക്ക് പോകണം. കാരണം വൺ വേ ആണ്. അപ്പോൾ അവിടെ നമുക്ക് ഈ ഷോർട്ട് കട്ട് വഴി കയറിയിട്ട് മാത്രമേ പറവൂർ ചന്തയുടെ ഭാഗത്തേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ നേരെ കാണുന്ന ചന്തയുടെ ഭാഗത്തേക്ക് പോകുമ്പോൾ ഇരുവശങ്ങളിലും കാണുന്ന കടകളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹോൾസെയിൽ കടകളാണ് ഈ കാണുന്നത് കേട്ടോ. അതുമാത്രമല്ല ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചൊവ്വയും വെള്ളിയാണ് ചന്തയിൽ മെയിൻ കച്ചവടം വരുന്നത്. പച്ചക്കറി സാധനങ്ങൾ അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ഇവിടെ കിട്ടുന്നതാണ്. അതുപോലെ ഇപ്പോൾ കാണുന്നത് കണ്ണൻകുളങ്ങര അമ്പലത്തിൻ്റെ നേരെ കിഴക്ക് വശമാണ് കാണുന്നത്. അപ്പോൾ കണ്ണൻകുളങ്ങര അമ്പലത്തിൻ്റെ ചുറ്റിന്ന് നമ്മൾ പടിഞ്ഞാറ് വശത്തേക്ക് വരുമ്പോൾ മെയിൻ അതിൻ്റെ ഫ്രണ്ട് വശത്തേക്ക് വരുമ്പോഴത്തേക്ക് റൈറ്റ് സൈഡിലേക്ക് ഒരു വഴി കാണാം. ആ വഴി ചെന്ന് കയറുന്ന ഒരു പാലം, അതാണ് കൂട്ടുകാടേക്കുള്ള വഴിയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ നിന്നേച്ചില്ലേ, അതായത് ഈ മുസ്ലിം പദ്ധതിയുടെയൊക്കെ ഏരിയയിൽ പോയി നിന്നിരുന്നു വെച്ചത്, ആ സ്ഥലത്ത് നിന്ന് നോക്കുമ്പോൾ കാണുന്ന ആ ദ്വീപാണ് ഈ പറയുന്ന കൂട്ടുകാട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാണുന്നത് ഇവിടുത്തെ ഒരു പള്ളിയാണ്, യാക്കോബേറ്റ് പള്ളിയാണ്. അതുപോലെ ഇത് വേറൊരു പള്ളിയാണ് കേട്ടോ ഇവിടെ. അപ്പോൾ നമ്മുടെ എറണാകുളം ജില്ലയിലുള്ള നോർത്ത് പറവൂർ, അതായത് ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള സ്ഥലമാണ് ഈ നോർത്ത് പറവൂർ ചേന്ദമംഗലം എന്നൊക്കെ പറഞ്ഞാൽ. അപ്പോൾ ആ സ്ഥലങ്ങളെക്കുറിച്ചുള്ള വിശദീകരിച്ചിട്ടുള്ള ഒരു ചുരുക്കിയിട്ടുള്ളൊരു വീഡിയോ നമ്മളിപ്പോൾ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീണ്ടും മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്. കടമക്കുടി പിടിക്കണോ? അപ്പോൾ കുറച്ച് പോകണം ഇവിടെ നിന്ന്. താക്കോലെന്താ? താക്കോല് ഇല്ല, പോട്ടില്ല, ഇവിടെ ഉണ്ട്. പോവാ.